കൊല്ലം ചിതറയിൽ മുക്കുപണ്ടം പണയം വെച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും 30 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത 4 പ്രതികളിൽ ഒരാൾ പിടിയിൽ. അഞ്ചാലുമൂട് സ്വദേശിയായ അൽത്താഫാണ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ചിലാണ് സംഘം ചിതറയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയത്. തുടർന്ന് പൂർണ്ണ ഗർഭിണിയായ രമ്യ മാർച്ച് 4-ാം തീയതി പണമിടപാട് സ്ഥാപനത്തിലെത്തി സ്വർണം പണയം വെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലും സമാനമായി രമ്യ പണയം വെച്ചു പണം വാങ്ങി. കഴിഞ്ഞ മെയ് മാസം 13-ാം തീയതി സ്ഥാപനത്തിലെത്തി പ്രസവത്തിന് പോകാനാണെന്നും കൊട്ടാരക്കരയിൽ വീടിന്റെ പണി നടക്കുന്നുവെന്നും പറഞ്ഞ് കൂടുതൽ ഉരുപ്പടികൾ പണയം വെച്ച് പണം വാങ്ങി. പിന്നീട് രമ്യയുടെ ഭർത്താവ് നന്ദു എന്ന് പരിചയപ്പെടുത്തി ഫിനാൻസ് സ്ഥാപനത്തിലെത്തി വെച്ചിരുന്ന സ്വർണത്തിന്റെ പലിശ ചോദിച്ച ശേഷം ചിതറയിൽ വീട് നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് സ്വർണം പണയപ്പെടുത്തി പണം വാങ്ങുന്നതെന്ന് ഫിനാൻസ് ഉടമയോട് പറഞ്ഞു. എന്നാൽ ഇയാളുടെ ഭാര്യ പറഞ്ഞത് കൊട്ടാരക്കരയിൽ വീട് നിർമ്മാണം നടക്കുന്നുവെന്നാണ്. സംശയം തോന്നിയ ഫിനാൻസ് ഉടമ പണയ ഉരുപ്പടികൾ കടയ്ക്കൽ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ആദ്യം സംശയം തോന്നിയിരുന്നില്ല. പിന്നീട് സ്വർണം കട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിയുന്നത്. ഇതോടെയാണ് ചിതറ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ജനുവരിയിൽ അട്ടക്കുളങ്ങര സബ് ജയിലിൽ നിന്നും സമാനമായ കേസിൽ ജാമ്യത്തിലിറങ്ങിയ രമ്യയാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി ഇവിടെ നിന്നും പണം തട്ടിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. മുക്കുപണ്ടം പണയം വയ്ക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിന് സമീപത്തുള്ള അഡ്രസ്സിൽ വ്യാജ പേരിൽ ആധാർ കാർഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് സംഘം പണയം വയ്ക്കാൻ എത്തുന്നത്. ഫിനാൻസ് ഉടമയെ പരിചയമുള്ള രീതിയിൽ സംസാരിച്ച് കയ്യിലെടുത്ത ശേഷമാണ് പണയം വയ്ക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3-ാം പ്രതി അൽത്താഫിനെ കൊല്ലത്തു നിന്നും പിടികൂടി. ഇയാൾ അടിപിടി കേസ് ഉൾപ്പെടെ സമാനമായ 9 കേസുകളിൽ പ്രതിയാണ്. ഒളിവിലുള്ള രമ്യ ഉൾപ്പെടെ ബാക്കി 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ചിതറ പോലീസ്.